ഏവർക്കും നമ്മുടെ തഞ്ചാവൂർ വീഡിയോയിലേക്ക് സ്വാഗതം. Train number 16188 Ernakulam Karaikal Express via Palghat Junction, Erode, Kochi, Tanjavur is at Ernakulam Junction, platform number 3. നമ്മളിപ്പം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നമ്മൾ റൂം എടുത്തിരിക്കുന്നിടത്തോട്ട് വന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ ഈ ബാക്കിൽ കാണുന്നത് പഴയ ഒരു സ്റ്റാൻഡാണ്. പുതിയ സ്റ്റാൻഡ് ഇവിടുന്ന് കുറച്ച് ദൂരത്തേക്ക് മാറിയിട്ടാണ്. നമ്മുടെ ആ സ്റ്റാൻഡിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് തന്നെ ആണ് നമ്മൾ താമസിക്കാൻ പോണ 2 ദിവസത്തേക്കാണ് നമ്മളിവിടെ സ്റ്റേ. രാംനാഥ് എന്ന് പറയുന്ന ഈ ഒരു ഹോട്ടലിലാണ് നമ്മൾ സ്റ്റേ എടുത്തിരിക്കുന്നത്. നമ്മളങ്ങനെ താമസിച്ചിരുന്ന റൂമിൽ നിന്ന് റെഡി ആയിട്ടിരിക്കുകയാണ്. ഇപ്പം നമ്മൾ ആദ്യം പോകാൻ പോകുന്നത് മറാത്ത പാലസിലേക്കാണ്. ഇപ്പം സമയം ഒരു 1 മണി ആയിട്ടുണ്ട്. നമ്മൾ റെഡിയായി വന്നപ്പോൾ കുറച്ച് ലേറ്റായി. അപ്പം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ നമ്മളിവിടെ വന്നിട്ട് തന്നെയാണ് കഴിച്ചത്. അതുകൊണ്ട് ഇപ്പം ഡയറക്റ്റ്ലി മറാത്ത പാലസിലേക്ക് പോയിട്ട് അവിടുന്ന് ഉച്ചയ്ക്ക് ശേഷം 4 മണിക്ക് ശേഷം ബിഗ് ടെമ്പിളിലേക്ക് പോകാനാണ് നമ്മുടെ പ്ലാൻ. അപ്പം നമുക്ക് മറാത്ത പാലസിലേക്ക് പോവാം. നമ്മളെ റൂം AC നോൺ AC അങ്ങനെ കാറ്റഗറീസ് ഉണ്ട് ഈ ഹോട്ടലിൽ. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ എമൗണ്ടിനനുസരിച്ച് ഏത് റൂം വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. ഇതാണ് മറാത്ത പാലസിൻ്റെ എൻട്രൻസ്. തഞ്ചാവൂർ പാലസ് കോംപ്ലക്സ് എന്നാണ് ഇവിടെ എഴുതിയിട്ടിരിക്കുന്നത്. നമ്മൾ ഈ വഴിയാണ് മറാത്ത പാലസിലേക്ക് എൻട്രി ചെയ്യുന്നത്. കുറച്ചുകൂടെ നടക്കാനുണ്ട്. ഇവിടുന്ന് ഒരു 300 മീറ്ററും കൂടെ നമുക്ക് അകത്തോട്ട് നടക്കാനുണ്ട്. നമ്മൾ വന്ന എൻട്രൻസ് ദൂരെ കാണുന്നതാണ്. അതിൻ്റെ തൊട്ട് ഈ ബാക്കിൽ തന്നെയാണ് ടിക്കറ്റ് കൗണ്ടർ വരുന്നത്. ഇതാണ് ടിക്കറ്റ് കൗണ്ടർ വരുന്നത് കേട്ടോ. ഒരാൾക്ക് 50 രൂപ വെച്ചാണ് ചാർജസ് വരുന്നത്. മറാത്ത പാലസിലേക്ക് നമ്മൾ കയറി വരുമ്പോൾ തന്നെ കാണുന്ന ഒരു വലിയൊരു കവാടമാണ് നമ്മളിപ്പോൾ ഈ കാണുന്നത്. ആ പഴമ നിലനിർത്തുന്ന വളരെ ഭംഗിയായിട്ടുള്ള ഒരു കവാടം. നമ്മൾ കയറി വരുമ്പം ഇതുപോലൊരു കവാടത്തിലൂടെയാണ് കയറി ഇറങ്ങി വരുന്നത് കേട്ടോ. കവാടം കഴിഞ്ഞ് നമ്മൾ വരുമ്പോൾ തന്നെ ആദ്യമായിട്ട് കാണുന്നത് സരസ്വതി മഹൽ ലൈബ്രറിയാണ്. ഇതാണ് നമ്മുടെ സരസ്വതി മഹൽ ലൈബ്രറി. ഇവിടെ കുറേ ബുക്സൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇവിടെയാണ് ഒരു ബുക്സ് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു സെയിൽ സെക്ഷനാണ് വരുന്നത്. അതിനകത്ത് തമിഴ് ബുക്സ്, ആസ്ട്രോളജി ബുക്സ്, അതുപോലെ തന്നെ പല ടൈപ്പ് ഓഫ് ഹിസ്റ്റോറിക്കൽ ബുക്സ്, അതുപോലെ തന്നെ ദൈവങ്ങളെക്കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ, അങ്ങനെയെല്ലാം ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. സാൻസ്ക്രിറ്റിലുള്ള ബുക്കുകൾ വരെയുണ്ട്. നമുക്ക് ഇഷ്ടമുള്ളത് നോക്കിയിട്ട് സെലക്ട് ചെയ്ത് ഇവിടുന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റും. നമുക്കിവിടെ ഒരു ഓഡിയോ വിഷ്വൽ ലൈബ്രറി ഉണ്ട്. അപ്പോൾ അതിൻ്റെ ടൈമിംഗ് ആണ് 20 മിനിറ്റാണ് അതിൻ്റെ ദൈർഘ്യം വരുന്നത്. ആ ഷോയുടെ ഈ നമ്മുടെ ഇവിടുത്തെ ഹിസ്റ്ററിയാണ് അതിനകത്ത് പറയുന്നത്. ഇതാണ് അതിൻ്റെ ടൈമിങ് വരുന്നത്. ഇതിനകത്ത് മ്യൂസിയം ഉണ്ട്. അങ്ങോട്ട് നമുക്ക് ഫോട്ടോസൊന്നും അലൗഡ് അല്ല. അപ്പോൾ നമുക്ക് മ്യൂസിയം ഒന്ന് കണ്ടിട്ട് വരാം. മ്യൂസിയത്തിൽ ഓൾറെഡി പറഞ്ഞല്ലോ, അതിനകത്ത് ഫോണ് അലൗഡ് അല്ല, ഫോട്ടോഗ്രാഫി ഒന്നും അലൗഡ് അല്ല. അപ്പം നമ്മൾ ഫോൺ കയറ്റാം, ഫോട്ടോഗ്രാഫി അലൗഡ് അല്ല. നമ്മളിപ്പോൾ അതെല്ലാം കണ്ടു. അത് പണ്ട് കാലത്ത് 18th സെഞ്ച്വറിയിൽ വരച്ച ചിത്രങ്ങൾ, താളിയോലകൾ, എഴുതിയ ഓരോ ലെറ്റേഴ്സ്, അവരുടെ ഡ്രസ്സുകൾ, അവർ യൂസ് ചെയ്തിരുന്ന എക്യുപ്മെൻറ്റ്സ്, അങ്ങനെയുള്ളതൊക്കെയാണ് ആ മ്യൂസിയത്തിനകത്ത് അവർ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്. പിന്നെ ഇനി നമുക്ക് കാണാനുള്ള ബെൽ ടവർ ആണ്. ഇവിടുന്ന് ലെഫ്റ്റ് ബെൽ ടവർ, പിന്നെ സംഗീത മഹൽ, ഹാൻഡിക്രാഫ്റ്റിൻ്റെ സെയിൽ സെൻറ്റർ ഉണ്ട്. പിന്നെ ഒരു റെസ്റ്റ് റൂമാണ് ഇവിടെ മാപ്പിൽ കാണിച്ചിരിക്കുന്നത്. മുമ്പിൽ നമ്മൾ കയറുന്ന വഴിയിൽ തന്നെ കുറച്ച് തഞ്ചാവൂർ ബൊമ്മകൾ, അതുപോലെ തന്നെ കുറച്ച് കളിപ്പാട്ടങ്ങളും ഒക്കെ പല ടൈപ്പിലുള്ള ബൊമ്മകൾ പെയറായിട്ട് വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ആർട്ട് ഗാലറിയിലേക്ക് പോകുന്ന വഴി. ഇതുവഴി ഉള്ളിലേക്ക് ചെല്ലുമ്പോഴാണ് നമുക്ക് ആഴ്സണൽ ടവർ കാണാൻ സാധിക്കുന്നത്.
ഇതാണ് ആഴ്സണൽ ടവർ. ഇതിനുള്ളിലാണ് വെങ്കല നിർമ്മിതങ്ങളായ ശില്പങ്ങളൊക്കെ വെച്ചിരിക്കുന്നത്. ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ടവറാണ് ആഴ്സണൽ ടവർ. ഇത് കൂടുതലും സൈനിക ആവശ്യങ്ങൾക്കായിട്ടാണ് നമ്മൾ ഉപയോഗിച്ചിരുന്നത്. അതിൻ്റെ ഏറ്റവും മുകളിലെ ഗോപുരം കാവൽ ഗോപുരമായി ഉപയോഗിച്ചിരുന്നു. തഞ്ചാവൂർ മറാത്ത പാലസ് എന്നാണ് ഇപ്പോഴത്തെ ഇതിൻ്റെ പേര്. 16-ാം നൂറ്റാണ്ടിലെ നായക രാജാക്കന്മാരാണ് ഇത് പണി കഴിപ്പിച്ചത്. 17-ാം നൂറ്റാണ്ടായപ്പോൾ മറാത്ത രാജാക്കന്മാർ ഇതിന് പുനരുദ്ധാരണം ചെയ്തു. അതിനുശേഷമാണ് മറാത്ത പാലസ് എന്ന പേര് ഇതിനുണ്ടായത്. തമിഴ്നാട്ടുകാർ ഇതിനെ തഞ്ചാവൂർ അരൺമനെ എന്നാണ് വിളിച്ചിരുന്നത്. സരസ്വതി മഹൽ ലൈബ്രറിയും ആർട്ട് ഗ്യാലറിയും മ്യൂസിയവും ഒക്കെ ഇവിടെ കണ്ടിരിക്കേണ്ടവയാണ്. രാജാക്കന്മാരുടെ ഭരണകാലത്തെ വെങ്കല നിർമ്മിത സാധനങ്ങളും ഇവിടെ കാണാം. കയറി ചെല്ലുമ്പോൾ തന്നെ നമുക്ക് ആദ്യമായി കാണാൻ സാധിക്കുന്നത് ഇതുപോലുള്ള കുറച്ച് ശില്പങ്ങളാണ്. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് തഞ്ചാവൂരിലെ ബിഗ് ടെമ്പിളിൻ്റെ ഒരു മാതൃക ഇവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ് കേട്ടോ. വലുതും ചെറുതുമായിട്ട് ഒട്ടനവധി ബ്രോൺസിൻ്റെ ശില്പങ്ങൾ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇവിടെ നമുക്കൊരു നടരാജർ ഹാള് കാണാൻ പറ്റും. അത് ഇനാഗ്രേറ്റ് ചെയ്തത് ദീപക് ജേക്കബ് IAS സാറാണ്. അത് ഡിസ്ട്രിക്ട് കളക്ടറും അതുപോലെ തന്നെ ചെയർമാനും ആയിരുന്നു ആള്. ഇത് ഇനാഗ്രേറ്റ് ചെയ്തത് 19th ജൂലൈ 2024 നടരാജ വിഗ്രഹങ്ങളുടെ വളരെ ബൃഹത്തായിട്ടുള്ള ഒരു ശേഖരം നമുക്കിവിടെ കാണാം. ഓരോ നടരാജ വിഗ്രഹത്തിന്റെ സ്ലിപ്പിലും അവര് അത് ഏത് സെഞ്ചുറിയിലുള്ളതാണെന്നും എന്ത് രൂപത്തിലാണത് ചെയ്തിരിക്കുന്നതെന്നും മെൻഷൻ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഈ നടരാജ വിഗ്രഹങ്ങളൊക്കെ കാണാനായിട്ട് അത്യാവശ്യം നല്ല ഹൈറ്റിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. വലിപ്പത്തിൽ നല്ല വലിയതായിട്ട് തന്നെ അവര് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇത് നടരാജർ വിത്ത് തിരുവച്ചി ആൻഡ് പീഠം, അതാണ് ഇതിൽ ടൈറ്റിൽ ഓഫ് സ്കൾപ്ചറിൽ എഴുതി വെച്ചിരിക്കുന്നത്. ഈ തിരുവച്ചി എന്ന് പറയുന്നത് ഒരു ഡിസ്പാച്ചബിൾ ഫ്രെയിം ആണ്. അതായത് നടരാജൻ നിൽക്കുന്നത് ഓൺ ദ സപ്പോർട്ട് ഓഫ് ആൻഡ് ബാലൻസ് ഒരു കാലിലാണ് ഈ നടരാജ വിഗ്രഹത്തിൽ നിൽക്കുന്നത്. പിന്നെ ഇത് രണ്ടും നമുക്ക് സെപ്പറേറ്റ് ചെയ്തെടുക്കാം, ഡിസ്പാച്ചബിൾ ആണ്, ഈ തിരുവച്ചിയും അതുപോലെ തന്നെ വിഗ്രഹവും. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ബെൽ ടവർ എന്ന് പറയുന്നത്. ഇവിടുത്തെ കണ്ടിരിക്കേണ്ട ഒരു സംഭവമാണ് കേട്ടോ. ഏഴ് നിലയോളം വരുന്നതാണ് ഈ ഒരു നിർമ്മിതി. ഈ ബെൽ ടവറിൻ്റെ മുകളിലേക്ക് നമുക്കിപ്പോൾ പ്രവേശനമില്ല, താഴെ മാത്രമേ ഉള്ളൂ നമുക്ക് കാണാൻ പറ്റുള്ളൂ. മുകളിലേക്ക് കയറി നിൽക്കുകയാണെങ്കിൽ നമുക്ക് ഈ തഞ്ചാവൂർ സിറ്റി മൊത്തം കാണാമെന്നാണ് പറയുന്നത്. ഇവിടെയാണ് നമുക്ക് കാണാനുള്ള ഹാൻഡിക്രാഫ്റ്റ് സെൻറ്റർ. നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ ഇവിടെ വാങ്ങാൻ സാധിക്കും. ഒട്ടനവധി ഹാൻഡിക്രാഫ്റ്റ് ഐറ്റംസ് ഇവിടെ കിട്ടും. തഞ്ചാവൂരിൻ്റെ കയ്യൊപ്പോട് കൂടിയുള്ള ആ ഒരു ഡാൻസിങ് ബൊമ്മയും നമുക്കിവിടെ കിട്ടും. തഞ്ചാവൂരത്തെ ഒരു സ്പെഷ്യൽ ഐറ്റമാണ് ഇവിടുത്തെ ഗ്ലാസ് പെയിൻറ്റിങ്സ് എന്ന് പറയുന്നത്. അത് ഇവിടെ വിൽക്കാനുണ്ട്. തഞ്ചാവൂരിൻ്റെ ബിഗ് ടെമ്പിൾ അടക്കമുള്ള കുറേ ഇമേജസ് നമുക്ക് ഇവിടുന്ന് മേടിക്കാൻ സാധിക്കും. ഈ ടൈപ്പ് ബൊമ്മകളിൽ തലയും ഉടലും എല്ലാം ഇളകും. അതുപോലെ തന്നെ സ്റ്റോൺസ് ഒക്കെ വെച്ചിട്ടാണ് ഇവരിത് ചെയ്തിരിക്കുന്നത്. ഈ ടൈപ്പിൽ ഇത് ഒരു പെയറിന് 1350 രൂപയാണ് റേറ്റ്. പിന്നെ ഈ സിംഗിൾ വരുന്നതിന് 550 രൂപയാണ് വരുന്നത്.
നായക് ദർബാർ ഹാൾ ആ ബ്രോൺസ് ഇമേജസുമാണ് നമുക്കിവിടെ കാണാനുള്ളത്. ഇതുപോലെ ഒട്ടനവധി ബ്രോൺസിൻ്റെ ശില്പങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. രാജ ഷെർഫോജിയുടെ ഒരു രൂപം ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഈ രാജ ഷെർഫോജി AD 1797 തൊട്ട് 1832 വരെയാണ് തഞ്ചാവൂർ റൂൾ ചെയ്തിരുന്നത്. പണ്ടത്തെ കാലത്തെ ഐറ്റംസ് ആണ് കേട്ടോ ഇതെല്ലാം. ഇത് പാലസിൻ്റെ ഒരു സ്റ്റോറാണ്. ഇവിടെ ഇതുപോലെ തന്നെ ഒത്തിരി പല ടൈപ്പ് വിഗ്രഹങ്ങളും മറ്റും സെയിൽസിന് വെച്ചിട്ടുണ്ട്. തിമിംഗലത്തിനെയോ നമുക്ക് കാണാൻ പറ്റിയിട്ടില്ല. തിമിംഗലത്തിൻ്റെ അസ്ഥികൂടമെങ്കിലും നമുക്ക് കാണാം. ഇതിങ്ങനെ ഇപ്പോൾ കണ്ടു കഴിഞ്ഞാൽ ആർക്കതിന് എന്തെങ്കിലും മനസ്സിലാവുമോ? ഇതൊരു തിമിംഗലത്തിൻ്റെ അസ്ഥികൂടമാണ് കേട്ടോ. എല്ലായിടത്തും സപ്പോർട്ട് കൊടുത്ത് അത് താഴെ പോകാത്ത രീതിയിൽ, ഉടഞ്ഞു പോകാത്ത രീതിയിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഈ കളിപ്പാട്ടങ്ങളെല്ലാം നമ്മുടെ ഹാൻഡിക്രാഫ്റ്റ് സെൻറ്ററിലുള്ളതാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. തഞ്ചാവൂരിലെ ബാക്കി വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.